ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കഴുതയുടെയും കച്ചവടക്കാരന്റെയും കഥയാണ്. കൂട്ടുകാരെ, ഇന്നത്തെ കുസൃതി ചോദ്യം കേട്ടോളൂ. ചിറകില്ല പക്ഷേ പറക്കും, കാലില്ല പക്ഷേ ഓടും, ആരാണ് ഞാൻ? ഉത്തരം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് കഥയുടെ അവസാനം പറയാം. പണ്ട് പണ്ട് മനോഹരമായ ഒരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു കച്ചവടക്കാരനും അവന്റെ കഴുതയും ഉണ്ടായിരുന്നു. അവൻ കഴുതയെ ഉപയോഗിച്ച് കച്ചവട സാധനങ്ങൾ അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ കഴുതയുടെ മുകളിൽ പഞ്ചസാര ചാക്കുകൾ കെട്ടി അടുത്ത ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു നദിയുടെ അടുത്തെത്തി. നദി കടക്കുന്നതിനിടയിൽ കഴുതയറിയാതെ വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണപ്പോൾ പഞ്ചസാര അലിഞ്ഞ് അതിന്റെ ഭാരം വളരെ കുറഞ്ഞു. ചാക്കുകളുടെ ഭാരം കുറഞ്ഞത് കഴുതയ്ക്ക് വളരെ ഇഷ്ടമായി. അവൻ എല്ലാ ദിവസവും വെള്ളത്തിൽ വീണ് ചാക്കുകളുടെ ഭാരം കുറയ്ക്കാമെന്ന് കരുതി. അടുത്ത ദിവസം നദി കടക്കുന്നതിനിടയിൽ കഴുത മനപൂർവ്വം നദിയിൽ വീണു. അങ്ങനെ പഞ്ചസാരയുടെ ഭാരം വീണ്ടും കുറഞ്ഞു. അവൻ സന്തോഷത്തോടെ നടന്നുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും കഴുത നദിയിൽ വീഴുന്നത് പതിവാക്കി. അങ്ങനെ ഇരിക്കെ കഴുതയുടെ ബുദ്ധി കച്ചവടക്കാരന് മനസ്സിലായി. അയാൾ കഴുതയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. പഞ്ചസാര ചാക്കിനു പകരം അയാൾ പഞ്ഞി നിറച്ച ചാക്കുകൾ കഴുതയുടെ പുറകിൽ വെച്ചുകെട്ടി. ഇത്തവണ വെള്ളത്തിൽ കുതിർന്ന് പഞ്ഞികളുടെ ഭാരം ഇരട്ടിയായി. അങ്ങനെ താൻ കച്ചവടക്കാരനെ പറ്റിച്ചതിന് ശിക്ഷ തനിക്ക് ലഭിച്ചെന്ന് കഴുതയ്ക്ക് മനസ്സിലായി. പിന്നീട് ഒരിക്കലും കഴുത പുഴയിൽ വീഴുവാൻ ശ്രമിച്ചിട്ടേയില്ല. കൂട്ടുകാരെ, നമ്മൾ ആരെയും പറ്റിക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് കഴുത നമുക്ക് നൽകുന്നത്. കൂട്ടുകാരെ, നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം ടൈം അഥവാ സമയമെന്നാണ്.